മധ്യേഷ്യയിൽ യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകവും ഭയാനകവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിനെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് ആണ് ഇസ്രായേലിന്റെ അതീവ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് ഈ ആക്രമണം നടത്തിയതെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് ഈ ആക്രമണം കണക്കാക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ലോക നേതാക്കളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് നെതന്യാഹു സുരക്ഷിതനാണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടെൽ അവീവിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിയിലും ഓഫീസിലും ആക്രമണം നടന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നോ എന്നതും വ്യക്തമല്ല. എങ്കിലും ഇസ്രായേലിലെ മധ്യഭാഗങ്ങളിൽ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങുകയും ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ബാങ്കറുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ടെൽ അവീവ് നഗരത്തിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തി നിലനിൽക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസ് മാത്രമല്ല, ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡറുടെ ആസ്ഥാനവും ലക്ഷ്യമാക്കി ആക്രമണം നടന്നതായി ഇറാൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സർപ്രൈസ് അറ്റാക്ക് എന്ന നിലയിലാണ് ഇതിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് പകരമായി ഈ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രതിജ്ഞ എടുത്തിരുന്നു. ആ പ്രതികാര നടപടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഖൈബർ ഷെഖൻ എന്ന ഇറാന്റെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് IRGC അവകാശപ്പെടുന്നു. ഇറാന്റെ ഈ അവകാശവാദങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇതുവരെ പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമോ വിശദീകരണമോ നൽകാൻ ഇസ്രായേൽ അധികൃതർ ആദ്യം തയ്യാറായിരുന്നില്ല. എന്നാൽ മധ്യ ഇസ്രായേലിൽ വ്യാപകമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയും നാശനഷ്ടങ്ങളും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകൂ. സൈനിക ആസ്ഥാനങ്ങളിലേക്കുള്ള പാതകൾ അടച്ചിട്ടിരിക്കുകയാണ്. ആക്രമണ സമയത്ത് നെതന്യാഹു ഗ്രീസിലേക്കോ ജർമ്മനിയിലേക്കോ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയെന്നും അദ്ദേഹത്തിന്റെ വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നതായും ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നെതന്യാഹു അത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയോ അതോ ആക്രമണത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. ബെയ്റൂട്ടിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവിനെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.